നമസ്കാരം. അതിവേഗ വാർത്ത ആരംഭിക്കുന്നു. സംസ്ഥാനത്തെ ലഹരി വ്യാപനത്തിൽ DGPയോട് റിപ്പോർട്ട് തേടി ഗവർണർ. നിലവിലെ സാഹചര്യം വിശദീകരിക്കാൻ നിർദ്ദേശം. ആക്ഷൻ പ്ലാൻ വിശദീകരിക്കണമെന്നും ഗവർണർ. ക്യാമ്പസുകളിലെ ലഹരി ഉപയോഗം തടയാൻ ഗവർണർ വിളിച്ച VC-മാരുടെ യോഗം ഇന്ന്. നിയമസഭാ സമ്മേളനം ഇന്ന് പുനരാരംഭിക്കും. സംസ്ഥാനത്തെ പെൻഷൻ കുടിശ്ശിക സഭയിൽ ഉന്നയിക്കാൻ പ്രതിപക്ഷം. സർക്കാരിന്റെ മുൻഗണന മാറുന്നുവെന്ന വിമർശനം. സംസ്ഥാന സ്പോർട്സ് ഭേദഗതി ബില്ലും സഭ ചർച്ചയ്ക്കെടുക്കും. പാർലമെന്റ് ബജറ്റ് സമ്മേളനത്തിന്റെ രണ്ടാം ഘട്ടത്തിന് ഇന്ന് തുടക്കം. വഖഫ് ഭേദഗതി ബില്ല് പാസാക്കാൻ ഉറച്ചു കേന്ദ്ര സർക്കാർ. ശക്തമായി എതിർക്കാനൊരുങ്ങി പ്രതിപക്ഷം. ഫിനാൻസ് ബിൽ ചർച്ചയ്ക്കെടുക്കുന്ന സമ്മേളനത്തിൽ US-ഉമായുള്ള തീരുവ പ്രശ്നം പ്രതിപക്ഷം ഉന്നയിക്കുമെന്നാണ് കരുതുന്നത്. കാസർഗോഡ് പൈവളികയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ 15-കാരിയുടെയും 42-കാരന്റെയും പോസ്റ്റ്മോർട്ടം ഇന്ന്. നടപടികൾ പരിയാരം മെഡിക്കൽ കോളേജിൽ. DNA പരിശോധനയ്ക്കുള്ള നടപടികളും പൂർത്തിയാക്കും. ആത്മഹത്യയെന്ന പ്രാഥമിക നിഗമനത്തിൽ പോലീസ്. കോഴിക്കോട് താമരശ്ശേരിയിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥി ഷഹബാസിനെ മർദ്ദിച്ചു കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളെ പരീക്ഷ എഴുതാൻ അനുവദിച്ചതിനെതിരെ നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. കോഴിക്കോട് ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന്റെ ഉത്തരവ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഷഹബാസിന്റെ പിതാവാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. അഭിഭാഷകയെ അപമാനിച്ചെന്ന പരാതിയിൽ ഹൈക്കോടതി അഭിഭാഷക അസോസിയേഷന്റെ പ്രതിഷേധം ഇന്നും തുടർന്നേക്കും. കഴിഞ്ഞ ദിവസം ചീഫ് ജസ്റ്റിസിന് മുന്നിൽ ജസ്റ്റിസ് A. ബദറുദ്ദീൻ ഖേദം പ്രകടിപ്പിച്ച സാഹചര്യത്തിൽ സമരവുമായി മുന്നോട്ടു പോകരുതെന്ന് വനിതാ അഭിഭാഷക അസോസിയേഷൻ ഭാരവാഹികൾക്ക് കത്ത് നൽകിയിരുന്നു. അഭിഭാഷക അസോസിയേഷൻ ജനറൽ ബോഡി യോഗത്തിൽ വിഷയത്തിൽ അന്തിമ തീരുമാനമെടുക്കും. വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസിൽ പ്രതി അഫാനെ വീണ്ടും പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും. പിതാവിന്റെ സഹോദരൻ ലത്തീഫിനെയും ഭാര്യയെയും പെൺസുഹൃത്തിനെയും സഹോദരനെയും കൊലപ്പെടുത്തിയ കേസുകളിലാണ് ഇനി തെളിവെടുപ്പ് നടത്താനുള്ളത്. സൽമ ബീബിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് 3 ദിവസത്തേക്ക് പാങ്ങോട് പോലീസ് അഫാനെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കിയിരുന്നു. മണിപ്പൂരിലെ കുങ്കി മേഖലകളിൽ സംഘർഷാവസ്ഥ തുടരുന്നു. കാംപോങ്കി ജില്ലയിൽ പലയിടത്തും പ്രതിഷേധക്കാരും സുരക്ഷാ സേനയും തമ്മിൽ ഏറ്റുമുട്ടി. ചുരാചന്ദ്പൂരിൽ പ്രതിഷേധക്കാർ റോഡിൽ ടയറുകൾ കത്തിച്ചും പാറകൾ ഉപയോഗിച്ചും ഗതാഗതം തടസ്സപ്പെടുത്താൻ ശ്രമിച്ചു. സംഘർഷ സാഹചര്യം കണക്കിലെടുത്ത് മേഖലയിൽ കൂടുതൽ സുരക്ഷാ ഉദ്യോഗസ്ഥരെ വിന്യസിച്ചു. ഭാര്യയെ വിവാഹശേഷം തുടർ പഠനത്തിന് അനുവദിക്കാത്ത ക്രൂരതയെന്ന് മധ്യപ്രദേശ് ഹൈക്കോടതി. ജസ്റ്റിസ് വിവേക് റുസിയ, ജസ്റ്റിസ് ഗജേന്ദ്ര സിംഗ് എന്നിവരടങ്ങുന്ന ഇൻഡോർ ഡിവിഷൻ ബെഞ്ചിന്റേതാണ് വിധി. 12ാം ക്ലാസ് വിദ്യാഭ്യാസത്തിന് ശേഷം തന്നെ ഭർത്താവും ഭർത്തൃവീട്ടുകാരും തുടർ പഠനത്തിന് അനുവദിച്ചില്ലെന്നും വിവാഹമോചനം നൽകണമെന്നും ആവശ്യപ്പെട്ട് യുവതി നൽകിയ ഹർജി പരിഗണിക്കുകയായിരുന്നു കോടതി. നെഞ്ചുവേദനയെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ഉപരാഷ്ട്രപതി ഡോക്ടർ ജഗ്ദീപ് ധൻഖറിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശിച്ചു. ശാരീരിക അസ്വസ്ഥ്യവും നെഞ്ചുവേദനയും അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ആരോഗ്യനില തൃപ്തികരമാണെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. ഓഹരി വിപണിയിലെ 10 മുൻനിര കമ്പനികളിൽ 7 വിപണി മൂല്യത്തിൽ വൻ വർധന. അവസാനിച്ച ആഴ്ചയിൽ കമ്പനികളുടെ വിപണി മൂല്യത്തിൽ ഒന്നടങ്കം 2.10 ലക്ഷം കോടി രൂപയുടെ വർധനയാണ് രേഖപ്പെടുത്തിയത്. ഏറ്റവും കൂടുതൽ നേട്ടം ഉണ്ടാക്കിയത് റിലയൻസും TCS-ഉമാണ്. ഒരാഴ്ച മുൻപ് കനത്ത നഷ്ടം നേരിട്ട TCS തിരിച്ചുകയറുകയായിരുന്നു. നീറ്റ് UG 2025 പരീക്ഷയുടെ അപേക്ഷയിൽ ചൊവ്വാഴ്ച വരെ തെറ്റ് തിരുത്താം. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നടത്തുന്ന പരീക്ഷയുടെ അപേക്ഷയിന്മേൽ മാർച്ച് 11 രാത്രി 11:50 വരെ തെറ്റു തിരുത്താൻ അവസരം. വരുത്തുന്ന മാറ്റങ്ങൾ വഴി അപേക്ഷാ ഫീസിൽ വർധനയുണ്ടാകുന്ന പക്ഷം ബാധകമായ ഫീസ് അടയ്ക്കണം.
പെരുന്നാൾ അവധിക്കാലത്ത് ഉയർന്ന ടിക്കറ്റ് നിരക്കുമായി വിമാന കമ്പനികൾ. പെരുന്നാൾ അവധി അടയ്ക്കുമ്പോഴേക്കും എയർ ഇന്ത്യ എക്സ്പ്രസ് അടക്കമുള്ള എല്ലാ വിമാന കമ്പനികളും നിരക്കുകൾ കുത്തനെ ഉയർത്തി. ചില വിമാന കമ്പനികൾ ഈ മാസം 18 മുതൽ തന്നെ നിരക്കുകൾ വർദ്ധിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ മാസം 27, 28, 30 തീയതികളിലാണ് ഏറ്റവും ഉയർന്ന നിരക്കുകൾ ഈടാക്കുന്നത്. മാർക്ക് കാർണി കാനഡയുടെ പുതിയ പ്രധാനമന്ത്രി. ലിബറൽ പാർട്ടി തെരഞ്ഞെടുപ്പിൽ ക്രിസ്റ്റ്യ ഫ്രീലൻഡിനെ തോൽപ്പിച്ചു. വിജയം 86% വോട്ടുകൾ നേടി. നേരത്തെ ബാങ്ക് ഓഫ് കാനഡയുടെയും ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിന്റെയും ഗവർണറായിരുന്നു. ലിബറൽ പാർട്ടി പ്രസിഡന്റ് സജിത് ബോഹ്റയാണ് കാർണിയുടെ വിജയം പ്രഖ്യാപിച്ചത്. നാറ്റോ സഖ്യത്തിൽ നിന്നും US പുറത്തു കടക്കണമെന്നും ഡോജ് മേധാവിയും വ്യവസായിയുമായ ഇലോൺ മസ്ക്. യൂറോപ്പിന്റെ പ്രതിരോധത്തിന് അമേരിക്ക പണം നൽകുന്നതിൽ അർത്ഥമില്ലെന്നും മസ്ക്. 32 അംഗ നാറ്റോ സംഖ്യ ഏപ്രിൽ 76ാം വാർഷികം ആഘോഷിക്കാൻ ഒരുങ്ങവെയാണ് മസ്കിന്റെ പരാമർശം. ഗാസയിലേക്ക് സഹായങ്ങൾ എത്തിക്കുന്നതിനുള്ള വിലക്ക് ഇസ്രായേൽ 4 ദിവസത്തിനുള്ളിൽ നീക്കിയില്ലെങ്കിൽ സൈനിക നടപടികൾ പുനരാരംഭിക്കുമെന്ന യമനിലെ ഹൂതികൾ. ഗാസയിലേക്കുള്ള മാനുഷിക സഹായങ്ങൾ ഇസ്രായേൽ തടയുകയാണെങ്കിൽ കപ്പലുകളെ ആക്രമിക്കുമെന്നും സൂചന. ഹൂതികൾ 2023 മുതൽ 100-ലധികം കപ്പലുകളെ ആക്രമിച്ചിരുന്നു. ഹാംട്രോക്ക് മേയർ അമർ ഖാലിബിനെ കുവൈത്തിലേക്കുള്ള അമേരിക്കൻ സ്ഥാനപതിയായി നിയമിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ട്രംപിന് ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിലൂടെയാണ് പ്രഖ്യാപനം നടത്തിയത്. ഖാലിബിന്റെ നിയമനത്തിൽ തനിക്ക് അതിയായ സന്തോഷമുണ്ടെന്നും മിഷിഗണിലെ തന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ ഖാലിബ് മികച്ച രീതിയിൽ പ്രവർത്തിച്ചിരുന്നതായും ട്രംപ്. പാകിസ്ഥാന് 200 കോടി വായ്പ നൽകാൻ ചൈന തീരുമാനിച്ചതായി പാകിസ്ഥാൻ ധനമന്ത്രിയുടെ ഉപദേഷ്ടാവ്. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിടുന്ന പാകിസ്ഥാന് അന്താരാഷ്ട്ര നാണയനിധി സാമ്പത്തിക സഹായ പാക്കേജ് അനുവദിച്ചിരുന്നു. പ്രതിസന്ധി രൂക്ഷമായ സാഹചര്യത്തിൽ 1.5 ലക്ഷം സർക്കാർ ജോലികൾ പാകിസ്ഥാൻ നിർത്തലാക്കിയിരുന്നു. ശ്വാസകോശ അണുബാധയിൽ നിന്നും സുഖം പ്രാപിക്കുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പ തന്റെ സൗഖ്യത്തിനായി പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും നന്ദി പറഞ്ഞു. ഇന്നലെ മാർപ്പാപ്പ പങ്കെടുക്കേണ്ടിയിരുന്ന വിശുദ്ധ വത്സര വളണ്ടിയർമാരുടെ സമ്മേളനത്തിൽ മാർപ്പാപ്പയുടെ സന്ദേശം കർദിനാൾ മൈക്കിൾ സെർണി വായിച്ചു. മാർപ്പാപ്പയെ കഴിഞ്ഞ മാസം 14-നാണ് റോമിലെ ജെമേലി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. സിറിയൻ പ്രസിഡന്റായിരുന്ന ബഷാർ അൽ അസദിനെ അനുകൂലിക്കുന്നവരും സുരക്ഷാ സേനയുമായുണ്ടായ ഏറ്റുമുട്ടലിൽ മരിച്ചവരുടെ എണ്ണം 1000 കവിഞ്ഞു. ന്യൂനപക്ഷമായ അലവി വിഭാഗത്തിൽപ്പെട്ടവരാണ് കൊല്ലപ്പെട്ടത്. കൊല്ലപ്പെട്ടവരിൽ 745 പേർ സാധാരണക്കാരാണ്. അസദ് ഭരണകൂടവുമായി ബന്ധം പുലർത്തിയിരുന്നവർക്കെതിരെ സുരക്ഷാ സേന നീക്കം ശക്തമാക്കിയിരുന്നു. പാകിസ്ഥാനിലേക്ക് യാത്ര ചെയ്യുന്നതിന് പൗരന്മാർക്ക് വിലക്കേർപ്പെടുത്തി US. ഇന്ത്യ പാക് അതിർത്തി നിയന്ത്രണ രേഖ ബലൂചിസ്ഥാൻ പ്രവിശ്യകളിലേക്ക് യാത്ര ചെയ്യുന്നതിനാണ് വിലക്കേർപ്പെടുത്തിയിരിക്കുന്നത്. ഭീകരാക്രമണ സാധ്യത കണക്കിലെടുത്താണ് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ യാത്രാ നിർദ്ദേശം. ആൽഫ്രഡ് ചുഴലിക്കാറ്റിന്റെ ആഘാതം മാറാതെ ഓസ്ട്രേലിയൻ നഗരം. ഓസ്ട്രേലിയൻ കിഴക്കൻ തീരത്ത് കൊടുങ്കാറ്റ് ആഞ്ഞടിച്ചതോടെ ക്യൂൻലാൻഡിലും ന്യൂ സൗത്ത് വെയിൽസിലും വൈദ്യുതി മുടങ്ങി. അതേസമയം ബ്രിസ്ബെയിനിലെ ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റിന് മുന്നോടിയായി അധികാരികൾ ഓസ്ട്രേലിയൻ ആളുകളെ ഒഴിപ്പിച്ചു. സംസ്ഥാനത്ത് ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ജാഗ്രതയുടെ ഭാഗമായി ചൊവ്വാഴ്ച തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിലും ബുധനാഴ്ച മലപ്പുറം, വയനാട് ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. സംസ്ഥാനത്ത് ഇന്നും കനത്ത ചൂട് തുടരും. സാധാരണയേക്കാൾ ചൂട് 2 ഡിഗ്രി മുതൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്നേക്കാമെന്ന് കേന്ദ്ര കാലാവസ്ഥാ മുന്നറിയിപ്പ്. കൊല്ലം, പാലക്കാട് ജില്ലകളിൽ ഉയർന്ന താപനില മുന്നറിയിപ്പ്.
കാസർഗോഡ് ചീമേനിയിലെ ജനകീയ ഡോക്ടർ എം മുരളീധരൻ അന്തരിച്ചു. പയ്യന്നൂർ താലൂക്ക് ആശുപത്രിയിലെ മുൻ സിവിൽ സർജനായിരുന്നു. ഭൗതിക ശരീരം ചീമേനി വ്യാപാര ഭവനിൽ പൊതുദർശനത്തിന് വയ്ക്കും. ആദരസൂചകമായി രാവിലെ 11 മണി മുതൽ 1 മണി വരെ ഏകോപന സമിതി ചീമേനി യൂണിറ്റ് ഹർത്താൽ ആചരിക്കും. കേരളത്തിൽ കാട്ടുപന്നികളെ വെടിവെച്ചു കൊല്ലുന്നതിൽ മുന്നേറി തൃശൂർ എളവള്ളി ഗ്രാമപഞ്ചായത്ത്. കാർഷിക വിളകൾ നശിപ്പിക്കുന്ന കാട്ടുപന്നി ശല്യം എളവള്ളിയിൽ രൂക്ഷമായിരുന്നു. 5 കാട്ടുപന്നികളെയാണ് കഴിഞ്ഞ ദിവസം വെടിവെച്ചു കൊന്നത്. ഇതോടെ അതിർത്തിയിൽ 150-ൽ പരം കാട്ടുപന്നികളെയാണ് വെടിവെച്ചു കൊന്നത്. പെരും തേനീച്ചക്കൂടുകൾ മൂലമുള്ള ഭീഷണിയിൽ ഇടുക്കി കജനാപ്പാറ രാജകുമാരി എസ്റ്റേറ്റ് കോളനിയിലെ 40ഓളം കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. കമ്മ്യൂണിറ്റി ഹാളിലെ ദുരിതാശ്വാസ ക്യാമ്പിലേക്കാണ് മാറ്റിയത്. പെരുന്തേനീച്ച കൂട് ഒഴിവാക്കാൻ പഞ്ചായത്ത് നടപടികൾ ആരംഭിച്ചു. മലപ്പുറം മഞ്ചേരിയിൽ വീട്ടിൽ വെച്ച് മദ്യവിൽപ്പന നടത്തിയിരുന്നതിനിടയിൽ യുവാവിനെ എക്സൈസ് പിടികൂടി. ഏറനാട് സ്വദേശി ഷിജുവിനെയാണ് എക്സൈസ് പിടികൂടിയത്. ഇയാളുടെ വീട്ടിൽ നിന്നും 3.5 ലിറ്റർ മദ്യവും പിടികൂടി കസ്റ്റഡിയിലെടുത്തു. മഞ്ചേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി മുമ്പാകത്തേക്ക് ഹാജരാക്കിയ പ്രതിയെ മഞ്ചേരി സബ് ജയിലിൽ റിമാൻഡ് ചെയ്തു. കഞ്ചാവ് കടത്തുന്നതിനിടെ യുവാവിനെ പിടികൂടി ആലപ്പുഴ കാർത്തികപ്പള്ളി എക്സൈസ് സംഘം. മാവേലിക്കര തുപ്പാശ്ശേരിയിൽ ജെയിംസ് ജോർജിനെയാണ് എക്സൈസ് അറസ്റ്റ് ചെയ്തത്. ഇയാളിൽ നിന്നും 450 ഗ്രാം കഞ്ചാവ് പിടികൂടി. പള്ളിപ്പാട് കോട്ടമുറി റോഡിൽ പറയങ്കേരി പാലത്തിന് സമീപം എക്സൈസ് നടത്തിയ വാഹന പരിശോധനയിലാണ് ഇയാളെ പിടികൂടിയത്. മലപ്പുറം മഞ്ചേരിയിൽ മദ്യവിൽപ്പന നടത്തുന്നതിനിടയിൽ യുവാവിനെ പിടികൂടി. അരീക്കോട് സ്വദേശി ഷിജുവിനെയാണ് എക്സൈസ് സംഘം പിടികൂടിയത്. ഇയാളുടെ വീട്ടിൽ നിന്ന് വിൽപ്പന കഴിഞ്ഞ് അവശേഷിച്ച 3.5 ലിറ്റർ മദ്യവും പിടികൂടി. ഇടുക്കി ശാന്തൻപാറയിൽ അനധികൃതമായി സ്ഫോടക വസ്തുക്കൾ വാങ്ങി സൂക്ഷിച്ച സംഭവത്തിൽ ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. പൂപ്പാറ സ്വദേശി ബിജു മാണിയാണ് അറസ്റ്റിലായത്. പോലീസ് നടത്തിയ പരിശോധനയിൽ ഇയാളുടെ വീടിന് സമീപത്തു നിന്നും സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തി. പ്രതിയെ കോടതിയിൽ ഹാജരാക്കും. തൃശൂർ കൊടുങ്ങല്ലൂരിൽ സെക്യൂരിറ്റി ജീവനക്കാരന് നേരെ യുവാവിന്റെ ആക്രമണം. ചന്തപ്പുരയിൽ ഫാർമ കെയറിലെ സെക്യൂരിറ്റി ജീവനക്കാരൻ ജോജോയ്ക്ക് നേരെയാണ് ആക്രമണമുണ്ടായത്. 3 യുവാക്കൾ ജോജോയോട് സംസാരിക്കുകയും ശേഷം കൂട്ടത്തിലൊരാൾ മടങ്ങി വന്ന് ജോജോയെ ആക്രമിക്കുകയുമായിരുന്നു. ഓൺലൈൻ ട്രേഡിംഗിന്റെ മറവിൽ 1 കോടിയിലേറെ രൂപ തട്ടിയ പ്രതി പിടിയിൽ. പാലക്കാട് കൊപ്പം ആമയൂർ സ്വദേശി മുഹമ്മദ് അബ്ദുൾ ഹക്കീമാണ് തൃശൂർ റൂറൽ സൈബർ പോലീസിന്റെ പിടിയിലായത്. ഇരിങ്ങാലക്കുട കല്ലേറ്റുംകര സ്വദേശിയിൽ നിന്നാണ് പണം തട്ടിയത്. 1,06 ലക്ഷം രൂപയാണ് ഇയാൾ പരാതിക്കാരനിൽ നിന്നും തട്ടിയത്. സ്റ്റോക്ക് ട്രേഡിംഗിൽ വൻ തുക ലാഭം ലഭിക്കുമെന്ന് വിശ്വസിപ്പിച്ചായിരുന്നു തട്ടിപ്പ്. തൃശൂരിൽ പുതുക്കാടിൽ ഓട്ടോ ഡ്രൈവറെ ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതികൾ റിമാൻഡിൽ. ആമ്പലൂർ സ്വദേശി രമണനെ എന്നയാളെയാണ് കമ്പിവടി കൊണ്ട് അടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. സംഭവത്തിൽ പ്രിൻസ്, രോഹിത് എന്നിവരാണ് റിമാൻഡിലായത്. തൃശൂർ ചാലക്കുടിയിൽ സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന യുവതിയെ കയറിപ്പിടിച്ച് ശല്യപ്പെടുത്തിയ സംഭവത്തിൽ ഛത്തീസ്ഗഡ് സ്വദേശി പിടിയിൽ. ഛത്തീസ്ഗഡ് റായ്പൂർ സ്വദേശിയായ ലകേഷ് കുമാർ മാറകം എന്നാളാണ് പിടിയിലായത്. കാസർഗോഡ് ബന്തടുക്കയിൽ വഴിയാത്രക്കാരനെ ഇടിച്ചു തെറിപ്പിച്ച കാർ കലുങ്കിലിടിച്ച് മറിഞ്ഞു. അപകടത്തിൽ ഒരാൾ മരിച്ചു. ബന്തടുക്ക ഏണിയാടി സ്വദേശി MH ഉമ്മറാണ് മരിച്ചത്. കാർ യാത്രക്കാരനായ സ്ത്രീക്ക് ഉൾപ്പെടെ പരിക്കേറ്റു. തെക്കിൻ ആലട്ടി റോഡിലാണ് അപകടം. കാർ ഡ്രൈവർ സന്തോഷിനെതിരെ വേടകം പോലീസ് കേസെടുത്തു. തൃശൂർ പുത്തൂർ ചോച്ചേരിക്കുന്നത്ത് പറമ്പിൽ തീ പിടിച്ചു. ഇന്നലെ രാത്രിയിലായിരുന്നു സംഭവം. ചോച്ചേരിക്കുന്ന ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിന് താഴെയുള്ള പറമ്പിലാണ് തീ പടർന്നു പിടിച്ചത്.
ക്ഷേത്രത്തിൽ പൂയ ആഘോഷ പരിപാടികൾ നടക്കുന്ന സമയത്താണ് തീപിടുത്തം ശ്രദ്ധയിൽപ്പെട്ടത്. തൃശൂരിൽ നിന്നെത്തിയ ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് തീയണച്ചു. മലപ്പുറം വളാഞ്ചേരിയിൽ ജമാഅത്തെ ഇസ്ലാമി ഏരിയ ഖുർആൻ സമ്മേളനം സമാപിച്ചു. കുറ്റിപ്പുറം ഒലീവ് ഇന്റർനാഷണൽ സെന്ററിൽ നടന്ന സമ്മേളനം ജമാഅത്തെ ഇസ്ലാമി സംസ്ഥാന സെക്രട്ടറി ശിഹാബ് പൂക്കോട്ടൂർ ഉദ്ഘാടനം ചെയ്തു. വിജയമാണ് റമദാൻ എന്ന പ്രമേയത്തിലാണ് ഖുർആൻ സമ്മേളനം സംഘടിപ്പിച്ചത്. മലപ്പുറം വളാഞ്ചേരിയിൽ ലഹരി മയക്കുമരുന്ന് ഉപയോഗങ്ങൾക്കെതിരെ ജനകീയ ജാഗ്രതാ സമിതി രൂപീകരിച്ചു. പോലീസ്, എക്സൈസ് വിഭാഗങ്ങളുമായി സഹകരിച്ച ജനകീയ പങ്കാളിത്തത്തോടെയാണ് ജാഗ്രതാ സമിതി പ്രവർത്തിക്കുക. അന്യസംസ്ഥാനങ്ങളിലെ ലഹരി വിൽപ്പനക്കാർക്കും ഉപയോഗക്കാർക്കും മുന്നറിയിപ്പ് നൽകാൻ വിവിധ ഭാഷകളിൽ ബോർഡുകൾ സ്ഥാപിക്കാനും തീരുമാനമായി. തൃശൂർ അരിമ്പൂർ പഞ്ചായത്തിന്റെ ജനകീയ കവചം എന്ന പേരിൽ ജനകീയ സഭ സംഘടിപ്പിച്ചു. ലഹരിക്കെതിരെ ജനകീയ കവചം സൃഷ്ടിക്കുക എന്ന സന്ദേശം നൽകിയാണ് സഭ സംഘടിപ്പിച്ചത്. അരിമ്പൂർ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ജനകീയ സഭ അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത അജയകുമാർ അധ്യക്ഷയായി. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് നെടുമുടി യൂണിറ്റ് വാർഷികം സംഘടിപ്പിച്ചു. പൂപ്പള്ളി കസ്തൂർബ വായനശാലയിൽ നടന്ന പരിപാടി മുതിർന്ന മാധ്യമ പ്രവർത്തകൻ എം ജയചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് ആർ രേഖ അധ്യക്ഷത വഹിച്ചു. ആലപ്പുഴ പെരുമ്പളം ഗ്രാമപഞ്ചായത്തിൽ ജൈവ മാലിന്യങ്ങൾ തരംതിരിച്ച് നിക്ഷേപിക്കുന്നതിനുള്ള ബിന്നുകളും ബയോ കമ്പോസ്റ്റ് ബിന്നുകളും വിതരണം ചെയ്തു. പെരുമ്പള്ളം ഹോമിയോ ആശുപത്രി ഹാളിൽ നടന്ന ചടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് വി ആശാ സീത ഉദ്ഘാടനം ചെയ്തു. മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. സംസ്ഥാനത്തെ പട്ടിക വിഭാഗക്കാർക്ക് ബജറ്റിൽ പ്ലാൻ അലോക്കേഷനായി ഉൾപ്പെടുത്തിയിരുന്ന തുക വെട്ടിച്ചുരുക്കിയെന്നാരോപിച്ച് പ്രതിഷേധം. ഭാരതീയ ദളിത് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ദേവികുളം MLA ഓഫീസിലേക്ക് വായ് മൂടിക്കെട്ടി മാർച്ചും ധർണയും നടത്തി. പ്രതിഷേധ സമരം മുൻ MLA AK മണി ഉദ്ഘാടനം ചെയ്തു. തൃശൂർ കുന്നംകുളത്ത് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂത്ത് വിംഗ് ലഹരിക്കെതിരെ പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു. പ്രതിഷേധ ജ്വാല ചേംബർ പ്രസിഡന്റ് KP സാക്സൺ ഉദ്ഘാടനം ചെയ്തു. യൂത്ത് വിംഗ് പ്രസിഡന്റ് ജിനീഷ് തെക്കേക്കര അധ്യക്ഷനായി. മലപ്പുറത്ത് മദ്യത്തിനും മയക്കുമരുന്നിനുമെതിരെ പഞ്ചായത്ത് സ്നേഹജ്വാലയും രാത്രി നടത്തവും സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MA നജീബ് ഉദ്ഘാടനം ചെയ്തു. പരിപാടിയിൽ ഹരിതകർമ്മ സേനാംഗങ്ങൾ, അംഗനവാടി ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. തൃശൂർ കുന്നംകുളത്ത് ആശാ വർക്കർമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. BJP തൃശൂർ നോർത്ത് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. തുടർന്ന് നടന്ന പൊതുയോഗം സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ് ഉദ്ഘാടനം ചെയ്തു. ഏറ്റുമാനൂരിൽ അമ്മയും മക്കളും ട്രെയിനിന് മുന്നിൽ ചാടി ജീവനൊടുക്കിയ സംഭവത്തിൽ മള്ളുശ്ശേരി സെന്റ് തോമസ് ജ്ഞാനായ പള്ളി ഇടവക പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. ജ്ഞാനായ സഭയുടെ ഭാഗത്തു നിന്നുണ്ടായത് ഗുരുതര വീഴ്ചയെന്ന് പ്രതിഷേധക്കാർ. ആശാ വർക്കേഴ്സിന്റെ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് മഹിളാ കോൺഗ്രസ് പാവറട്ടി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സിഗ്നേച്ചർ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. ക്യാമ്പയിൻ മഹിളാ കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സുബൈദ മുഹമ്മദ് ഉദ്ഘാടനം നിർവഹിച്ചു. ബ്ലോക്ക് പ്രസിഡന്റ് മീര ജോസ് അധ്യക്ഷയായി. മലപ്പുറം വളാഞ്ചേരിയിൽ ലഹരി മയക്കുമരുന്ന് ഉപയോഗങ്ങൾക്കെതിരെ ജാഗ്രതാ സമിതി രൂപീകരിച്ചു. അന്യസംസ്ഥാനങ്ങളിലെ ലഹരി വിൽപ്പനക്കാർക്കും ഉപയോഗക്കാർക്കും മുന്നറിയിപ്പ് നൽകാൻ വിവിധ ഭാഷകളിൽ ബോർഡുകൾ സ്ഥാപിക്കാനും പരിസര പ്രദേശങ്ങളിൽ മറ്റും പ്രാദേശിക ജാഗ്രതാ സമിതികൾ രൂപീകരിക്കാനും സമിതിയിൽ തീരുമാനമെടുത്തു. മലപ്പുറം വളാഞ്ചേരിയിൽ KSPA കോട്ടക്കൽ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വനിതാ സമ്മേളനം നടന്നു. വളാഞ്ചേരി മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ
റംല മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. ഷീല അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ആശാപ്രവർത്തകർ സെക്രട്ടേറിയറ്റിനു മുന്നിൽ നടത്തുന്ന സമരം ഒത്തുതീർപ്പാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രമേയം പാസാക്കി. യുവതലമുറയെ ആരോഗ്യ സംസ്കാരത്തിലേക്ക് നയിക്കുവാൻ കായിക മേഖലയ്ക്ക് കഴിയണമെന്ന് റോജിയം ജോൺ MLA. ത്രിദിന അഖിലേന്ത്യാ അന്തർ സർവകലാശാല പുരുഷ വിഭാഗം ശരീര സൗന്ദര്യ ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അസോസിയേഷൻ ഓഫ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല ക്യാമ്പസിലാണ് ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചത്. ആലപ്പുഴയിൽ ലൈബ്രറി കൗൺസിൽ താലൂക്ക് സെമിനാർ സംഘടിപ്പിച്ചു. സെമിനാറിനോടനുബന്ധിച്ച് താലൂക്കിലെ വിവിധ വായനോത്സവങ്ങളിലെ വിജയികൾക്കുള്ള സമ്മാന വിതരണം കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ അംഗം മാലൂർ ശ്രീധരൻ നിർവഹിച്ചു. ലൈബ്രറി കൗൺസിൽ താലൂക്ക് വൈസ് പ്രസിഡന്റ് PV ദിനേശൻ അധ്യക്ഷനായിരുന്നു. എറണാകുളം പാറക്കടവ് സർവീസ് സഹകരണ ബാങ്ക് പരിധിയിലെ കിടപ്പു രോഗികൾക്ക് പ്രത്യക്ഷ പാലിയേറ്റീവ് ഹൃദയപൂർവ്വം സ്നേഹസ്പർശം കരുതൽ പദ്ധതി തുടങ്ങി. കുറുമശ്ശേരി ബാങ്ക് ഹാളിൽ നടന്ന ചടങ്ങ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TV പ്രതീഷ് ഉദ്ഘാടനം ചെയ്തു. കിടപ്പു രോഗികൾക്കായി സാന്ത്വനങ്ങൾ നടത്തിവരുന്ന മേരി ഏലിയാസിനെ ചടങ്ങിൽ ആദരിച്ചു. മാത്യു തോമസിന്റെ നായികയായി ഈച്ചയിലെത്തുന്ന 3D ചിത്രം ലൗലിയുടെ ടീസർ പുറത്ത്. ചിത്രം ഏപ്രിൽ 4-ന് തിയേറ്ററുകളിലെത്തും. ദിലീഷ് കരുണാകരൻ തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ വൈറലായിരുന്നു. വിഷ്ണു ശശിശങ്കർ സംവിധാനം ചെയ്യുന്ന ചിത്രമായ സുമതി വളവിന്റെ ഷൂട്ടിംഗ് പൂർത്തിയായി. ചിത്രം മെയ് 8-ന് തിയേറ്ററുകളിലെത്തുമെന്ന് നിർമ്മാതാക്കൾ അറിയിച്ചു. മാർച്ച് 7-ന് രാത്രി പാലക്കാട് വെച്ചാണ് ഷൂട്ടിന് പാക്കപ്പായത്. ലൊക്കേഷനിൽ നിന്നുള്ള ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ട് സിനിമയുടെ തിരക്കഥാകൃത്തായ അഭിലാഷ് പിള്ളയാണ് ഇക്കാര്യം അറിയിച്ചത്. ഗ്രാമീണ നന്മയുടെ കുടുംബകഥയുമായി തുരുത്ത് മാർച്ച് 2021-ന് തിയേറ്ററുകളിലെത്തും. തിരക്കഥാ സംഭാഷണം നിർവഹിച്ച് ജോഷി വള്ളിത്തല സംവിധാനം ചെയ്ത ചിത്രമാണിത്. AMK പ്രൊഡക്ഷന്റെ ബാനറിൽ ശ്രീരേഖ അനിലാണ് ചിത്രം നിർമ്മിക്കുന്നത്. നാട്യധർമ്മി ക്രിയേഷന്റെ ബാനറിൽ AK കുഞ്ഞിരാമ പണിക്കർ തിരക്കഥ സംഭാഷണം എഴുതി സംവിധാനം ചെയ്യുന്ന അത്തനെ ഉദയ ഏപ്രിൽ 18-ന് തിയേറ്ററുകളിലെത്തും. കാസർഗോഡ് തൃക്കരിപ്പൂരിലെ നാടക കലാകാരന്മാർക്ക് പ്രാധാന്യം നൽകിയാണ് ചിത്രം ഒരുക്കുന്നത്. IIFA ഡിജിറ്റൽ അവാർഡ് 2025 പ്രഖ്യാപിച്ചു. ചലച്ചിത്ര നിർമ്മാതാവ് ഇംതാസ് അലിയുടെ നെറ്റ്ഫ്ലിക്സ് ചിത്രം അമർ സിംഗ് ചംകില മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടു. പ്രൈം വീഡിയോയുടെ പഞ്ചായത്ത് 3-ാം സീസൺ മികച്ച പരമ്പരയായും തിരഞ്ഞെടുക്കപ്പെട്ടു. ഹരീഷ് പേരടി നിർമ്മിക്കുന്ന ദാസേട്ടന്റെ സൈക്കിൾ എന്ന ചിത്രത്തിന്റെ ഒഫീഷ്യൽ ട്രെയിലർ റിലീസ് ചെയ്തു. അഖിൽ കാവുങ്ങൽ തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന ചിത്രം മാർച്ച് 14-ന് പ്രദർശനത്തിനെത്തും. ഹരീഷ് പേരടി കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന സിനിമയിൽ വൈദി പേരടി, അഞ്ജൻ അപ്പുക്കുട്ടൻ തുടങ്ങിയവർ മറ്റു കഥാപാത്രങ്ങളെ അവതരിപ്പിക്കും. ബേസിൽ ജോസഫിനെ നായകനാക്കി നവാഗതനായ ജ്യോതിഷ് ശങ്കർ സംവിധാനം ചെയ്ത പൊന്മാൻ 50 ദിവസം പിന്നിട്ടു. അജിത് വിനായക ഫിലിംസിന്റെ ബാനറിൽ വിനായക അജിത് നിർമ്മിച്ച ചിത്രം GR ഇന്ദുഗോപന്റെ 4-5 ചെറുപ്പക്കാർ എന്ന നോവലിനെ ആസ്പദമാക്കിയാണ്. GR ഇന്ദുഗോപൻ, ജസ്റ്റിൻ മാത്യു എന്നിവർ ചേർന്നാണ് ചിത്രത്തിന്റെ തിരക്കഥ രചിച്ചിരിക്കുന്നത്. വൈനോഡ് പ്രൊഡക്ഷൻ മേധാവി ശശികാന്ത് സംവിധാനം ചെയ്യുന്ന ചിത്രം ദ ടെസ്റ്റിന്റെ റിലീസ് ഡേറ്റ് പ്രഖ്യാപിച്ചു. നയൻതാര, മാധവൻ, സിദ്ധാർത്ഥ്, മീര ജാസ്മിൻ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന ചിത്രം ഏപ്രിൽ 4-ന് പുറത്തിറങ്ങും. ചിത്രം OTT-യിൽ നേരിട്ട് റിലീസ് ചെയ്യുകയാണ്. ഫ്രൈഡേ ഫിലിം ഹൗസ് അവതരിപ്പിക്കുന്ന പുതിയ ചിത്രം കാലന്റെ തങ്കക്കുടത്തിന്റെ തുടക്കം കുറിച്ചു.
ഇന്ദ്രജിത് സുകുമാരൻ, അൽതാഫ് സലീം, ഇന്ദ്രൻസ്, രമേശ് പിഷാരടി തുടങ്ങിയവർ ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തുന്നു. ഡയറക്ടർ നിതീഷ് KTRന്റെ കോമിക് ബർത്ത്ഡേ പോസ്റ്റിലൂടെയാണ് ചിത്രത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നത്. ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് കിരീടം ഇന്ത്യയ്ക്ക്. ഫൈനലിൽ ന്യൂസിലാൻഡിനെ 4 വിക്കറ്റിന് തകർത്തു. ഇന്ത്യ ചാമ്പ്യൻസ് ട്രോഫി സ്വന്തമാക്കുന്നത് ഇത് 3ാം തവണ. വിരമിക്കൽ അഭ്യൂഹങ്ങൾ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ തള്ളി. 2013 ശേഷം ഇന്ത്യ നേടുന്ന ആദ്യ ICC ഏകദിന കിരീടമാണിത്. അതിവേഗ വാർത്ത അവസാനിച്ചു. നമസ്കാരം.